യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പ് ക്രിസ്തീയ ആധ്യാത്മികതയുടെ രത്നചുരുക്കമാണ്. ഉത്ഥാനമെന്ന മഹാരഹസ്യത്തിലേക്കുള്ള ഒരു തീർത്ഥയാത്രയാണ്. ആ വാക്ക് തന്നെ വളരെ അർത്ഥസമ്പുഷ്ടമാണ്. നോവ് അധികം അമ്പ് സമം നോമ്പ്. എന്താണ് നോവ്? അമ്പിനു വേണ്ടിയുള്ള, സ്നേഹത്തിനു വേണ്ടിയുള്ള നോവാണ്. എന്തിനു വേണ്ടിയുള്ള സ്നേഹം? ദൈവസേവനത്തിനും ദൈവസ്നേഹത്തിനും പരസ്നേഹത്തിനും വേണ്ടിയുള്ള ഒരു നോവ്. ആ സ്നേഹങ്ങളിലേക്ക് തിരികെ പോകാനുള്ള അവസരമാണ് നോമ്പെന്ന് പറയുന്നത്. ക്രിസ്തീയ ജീവിതത്തെ ദൈവവുമായും സഹോദരങ്ങളുമായും പ്രകൃതിയുമായിട്ടുള്ള ഉടമ്പടി ബന്ധമായിട്ടാണ് പിതാക്കന്മാർ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ സ്നേഹമെന്ന് പറയുന്നത് ഒരു ഉടമ്പടി ബന്ധമാണ്. ഈ ഉടമ്പടി ബന്ധത്തിൻ്റെ പ്രത്യേകത വിശ്വസ്തത ഏറെ അത്യന്താപേക്ഷിതമാണ്. ജീവിത പ്രയാണത്തിൽ വിശ്വസ്തത നഷ്ടപ്പെടുമ്പോൾ ആ വിശ്വസ്തതയെ കുറച്ചുകൂടി ഉറപ്പിക്കുവാൻ, ആ വിശ്വസ്തതയെ കുറച്ചുകൂടി ശാക്തീകരിക്കുവാൻ, ആ വിശ്വസ്തതയെ കുറച്ചുകൂടി ശാക്തീകരിക്കുവാൻ ഒരവസരം സഭ ക്രമീകരിക്കുന്നുണ്ട്. അതാണ് നോമ്പെന്ന് പറയുന്നത്. നഷ്ടപ്പെട്ടു പോകുന്ന സ്നേഹബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുവാനുള്ള അവസരമാണ് നോമ്പെന്ന് പറയുന്നത്. എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്ക് വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്ക് അകൽച്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എന്നോട് തന്നെയുള്ള ബന്ധത്തിൽ എനിക്ക് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഒപ്പം പ്രകൃതിയോടുള്ള ബന്ധത്തിൽ എൻ്റെ ജീവിതത്തിൽ ദോഷമായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ പരിഹരിക്കാനുള്ള അവസരമാണ് നോമ്പെന്ന് പറയുന്നത്. ആയതിനാൽ സ്നേഹത്തിൻ്റെ ബന്ധത്തെ ഊഷ്മളമാക്കുവാൻ നമുക്ക് ഈ അവസരത്തിൽ പരിശ്രമിക്കാം. നാം നടത്തുന്ന പ്രാർത്ഥനകൾ, ഉപവാസം, ദാനധർമ്മം ഒക്കെ ഈ സ്നേഹത്തെയും ഉടമ്പടി ബന്ധത്തെയും ഉറപ്പിക്കുവാൻ സഭ നമുക്ക് നൽകുന്ന ആത്മീയമായിട്ടുള്ള ക്രമീകരണങ്ങളാണ്. നാം എന്തു തന്നെ ഈ കാലഘട്ടത്തിൽ നടത്തിയാലും അതിനൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ: ഈ ഉടമ്പടി ബന്ധത്തെ ഉറപ്പിക്കുക എന്നുള്ളത്. ഇത് മനോഭാവങ്ങളിൽ മാറ്റം വരുത്തേണ്ട ഒരു കാലഘട്ടമാണ്. നാം എടുക്കുന്ന ചില തീരുമാനങ്ങളിൽ മാറ്റങ്ങൾ വരുത്തേണ്ട ഒരു കാലഘട്ടമാണ്. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ നമ്മുടെ മുൻഗണനാ ക്രമീകരണങ്ങളിൽ ചിന്ത കടന്നു വരേണ്ട ഒരു കാലഘട്ടമാണ്. ഞാൻ എന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? ഏത് കാര്യങ്ങൾക്കാണ് ഞാൻ പ്രാധാന്യം കൊടുക്കേണ്ടത്? ഇറ്റ്സ് എ ടൈം ഓഫ് ഡിസിഷൻ മേക്കിംഗ്. നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കാലഘട്ടമാണ്. എൻ്റെ മുൻഗണനകളെ ക്രമീകരിക്കുവാനുള്ള അവസരമാണ്. പ്രയോറിറ്റി. ദൈവം എൻ്റെ മുൻഗണനയായി മാറണം. സഹോദര ബന്ധം എൻ്റെ മുൻഗണന ക്രമമായിട്ട് മാറണം. ആയതിനാൽ നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ, നല്ല മനോഭാവങ്ങൾ വെച്ച് പുലർത്തുവാൻ ഈ കാലഘട്ടം നമ്മെ സഹായിക്കട്ടെ. എല്ലാ ദൈവാനുഗ്രഹങ്ങളും പ്രത്യേകമായിട്ട് നേരുന്നു.